നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താൻ ഓരോന്ന് ഊഹിച്ച് അങ്ങോട്ടൊന്നും പറയാൻ നിൽക്കരുത്. അയ്യോ ഇല്ല, പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് അവര് വല്ലതും അറിയുമെന്ന്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഞാൻ മേഡത്തിന്റെ പേര് പറയും. നമുക്ക് ശിവരാമേന്റെ വീട് വരെ ഒന്ന് പോണം. അവിടുത്തെ കുഞ്ഞിന്റെ നൂലുകെട്ട് ആ ദിവസം തന്നെയല്ലേ. ഞാൻ ആ മോക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുപോയി കൊടുക്കണം. അതിനെന്താ, പോവാലോ. എപ്പോഴെന്ന് വെച്ചാ താൻ പറഞ്ഞാ മതി, ഞാൻ റെഡിയാ. ഇതാരൊക്കെ ഇത്? ഞാൻ ഇന്ന് രാവിലെ കൂടി ആലോചിച്ചതേ ഉള്ളൂ അർച്ചനെ കണ്ടില്ലല്ലോ എന്ന്. എപ്പോഴും കരുതും ഇവളുടെ അടുത്ത് വന്ന് കുറച്ചേരം ഇരിക്കണമെന്ന്. സച്ചേനും കൂടി സമയം കിട്ടിയിട്ടാവാന്ന് കരുതി. എന്താണിട കരയല്ലേ? ദേ നോക്കിയേ, ദേ നോക്കി നോക്കി. മോളുടെ നൂലുകെട്ടിങ് അടുത്തു. നൂലുകെട്ടുണ്ട് നമുക്ക്. ഇവിടെ വെച്ച് തന്നെയാണോ ചേച്ചി ചടങ്ങൊക്കെ? ഇവിടെ വെച്ച് മതിയെന്ന ഏട്ടൻ പറയുന്നത്. അറിഞ്ഞാണം വാങ്ങാനൊന്നും ഏട്ടന്റെ കയ്യില് പൈസ ഇല്ലാന്ന്. ഇവിടെ വെച്ച് രണ്ടുപേർക്കും കൂടി ഒരു കറുത്ത ചരട് മാത്രം കെട്ടാന്നാ ഏട്ടൻ പറയുന്നേ. ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന്. ഇത് പിടിക്ക. വിറ്റോ ഉരുക്കിയോ കുഞ്ഞിന് നല്ലൊരു പൊന്നരഞ്ഞാണം തന്നെ വാങ്ങിക്കും. മടിക്കണ്ട, ഇത് പിടിക്ക. നിങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും വിളിച്ച് നല്ല രീതിയിൽ തന്നെ ചടങ്ങ് നടത്തണം. പണത്തിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, അത് ഞാൻ ഏറ്റു. ഇതിനൊക്കെ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ ഭർത്താവിന് പോലും തോന്നാത്ത മനസാക്ഷിയെ നിങ്ങൾ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യില് പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് അറിയില്ല, ശിവേട്ടൻ എപ്പോഴും ദേഷ്യ ഈ കുഞ്ഞിനോട് പോലും. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലൊക്കെ ആകെ ഒരു മാറ്റം. ശിവേണ്ണ അവിടെ തന്നെ നിൽക്കുന്നേ? എന്ത്, നീ ഇതകത്തേക്ക് വയ്ക്ക്. നിങ്ങൾ സംസാരിച്ച് നിൽക്കി, ഞാനിപ്പോ വരാം. അതൊക്കെ ശരിയാവും ചേച്ചി. ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി, രാജകലയല്ലേ. വാ, അകത്തേക്ക് ഇരിക്കാം. മാഡം, ഞാൻ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനാ. സച്ചി സാറും അർച്ചന മാഡം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്തിന്? അതറിയില്ല. ഇടയ്ക്കിടയ്ക്ക് അർച്ചന മാഡം ഇതേപോലെ ഇവിടെ വന്നു പോകുന്നുണ്ട്. വന്നാ കുറെ നേരം കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുഞ്ഞിനെ മാറ്റിയതിൽ അർച്ചന മാഡത്തിന് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ടെന്ന്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാ ഇടയ്ക്കിടയ്ക്ക് മാഡം വരുന്നത്. അതെന്താ തനിക്ക് അങ്ങനെ തോന്നാൻ? ചില നേരത്തെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നിയതാ. താൻ ഓരോന്ന് ഊഹിച്ച് അങ്ങോട്ടൊന്നും പറയാൻ നിൽക്കരുത്. അയ്യോ ഇല്ല, പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് അവര് വല്ലതും അറിയുമെന്ന്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഞാൻ മാഡത്തിന്റെ പേര് പറയും.
എന്നിട്ട് അവിടെയുള്ള എൻ്റെ സ്വന്തം കുഞ്ഞിനെ ഞാൻ ഇങ്ങെടുത്തോണ്ട് പോരുകയും ചെയ്യും. താൻ ആദ്യം ഒന്ന് പേടിക്കാതിരിക്കെ. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ശിവേട്ടാ, ആ, ഒന്നിങ്ങ് വന്നേ. ഇതാ വരുന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ശിവേട്ടാ. ആ ആയിക്കോട്ടെ. ആ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ശിവേട്ടൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. എത്ര കാത്തിരുന്നിട്ട് ഈശ്വരൻ തന്നതാ മോളെ. അപ്പോ മോളോട് സ്നേഹം കാണിച്ചില്ലെങ്കിൽ അത് ഈശ്വരൻ തന്നെയാവും. എനിക്കെന്തോ ഇവിടുത്തെ കുഞ്ഞിനോട് വല്ലാത്തൊരു സ്നേഹവും അടുപ്പമൊക്കെ തോന്നുക. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ചേച്ചി. ശരി എന്നാ. അർച്ചന പറഞ്ഞ കുഞ്ഞിനോടുള്ള ആ സ്നേഹം അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അടിക്കടി അർച്ചന അവിടെ പോകുന്നതും ശിവന്റെ പേടിയും എന്നെ അകപ്പെടുത്തുകയുള്ളൂ. പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതാ. പക്ഷെ അന്ന് അത് നടന്നില്ല. ഇനി അധികകാലം അതിനെ ജീവനോടെ വിടുന്ന അത്ര ബുദ്ധിയല്ല. സ്വന്തം കുഞ്ഞിനോടുള്ള വൈകാരികമായ അടുപ്പം ശിവന്റെ മനസ്സിലുണ്ട്. നാളെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെയുള്ള കുഞ്ഞ് അയാളുടേതാണെന്ന് പറഞ്ഞ എന്റെ ജീവിതം അവിടെ തീരും. അതിനൊരു വഴിയേ ഉള്ളൂ. ശിവരാമന്റെ കുടുംബം തീരണം. ഒപ്പം ഇവിടെയുള്ള ശിവന്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കണം. അങ്ങനെ എനിക്കൊരു കുഞ്ഞ് പിറക്കുന്നതിന് മുൻപ് നെല്ലിശ്ശേരി എന്ന ഈ വീട്ടിൽ മറ്റൊരു കുഞ്ഞും വളരണ്ട. ഒരു സെറ്റിൽമെന്റിന് സമയമായിരിക്കുന്നു. 3-4 ജീവൻ എടുക്കുന്ന ഒരു ഫൈനൽ സെറ്റിൽമെന്റ്. താൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ, ഭയങ്കര സന്തോഷത്തിലാ. ഞാൻ സച്ചേട്ടൻ അവിടെ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ അവിടുത്തെ മോളുടെ നൂലുകെട്ടും പേരിടൽ ചടങ്ങും ഒന്നും നടക്കില്ലായിരുന്നു. അപ്പോ അവിടെ പോണോന്ന് ഈശ്വരനായി തന്നെ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചതാ. ജീവിതം എല്ലാവർക്കും ഒരുപോലല്ലെന്ന് പറയുന്നത് എത്ര ശരിയാ. എന്ത് കാര്യമാണെങ്കിലും ആ കുഞ്ഞിന് നമുക്ക് ചെയ്തു കൊടുക്കാം. ഞാനങ്ങനെ പറഞ്ഞത് തന്റെ സന്തോഷം മുൻനിർത്തിയ. ചെയ്യണം സച്ചേട്ടാ. നമ്മളെ കൊണ്ടാവുന്നത് പോലെയൊക്കെ സഹായിക്കണം. പാവങ്ങളാ. താൻ പാവാണെന്ന് പറയുന്നവരൊക്കെ നമുക്കിട്ട് പണി തരുന്നതാണല്ലോ പതിവ്. ഇതും അങ്ങനെ ആവാതിരുന്നാ മതിയായിരുന്നു. എന്ത് പണി തന്നാലും സ്വന്തം വീട്ടിലെ സ്വന്തം അനിയത്തെ പോലെ അല്ലല്ലോ അവര്. നമ്മുടെ മോളെ എടുക്കാൻ കൊതി തോന്നുമ്പോഴാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്തു ചേച്ചിയുടെ കുഞ്ഞ് വലുതാവുമ്പോ ഈ സ്നേഹവും അടുപ്പൊക്കെ എന്നോടുണ്ടാവോ എന്തോ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കുഞ്ഞു വരില്ലേ? 2-3 വർഷത്തിനകം താനൊരു അമ്മയാവുന്ന കാര്യം നീ മറന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.